ഇത്രയും നാളായിട്ട് എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മുടെ 2011 ഒരു വേൾഡ് കപ്പ് അന്ന് ധോണി വിൻ ചെയ്തത് ഒരു ചെറിയ കുട്ടിയായിട്ടിരുന്ന് കണ്ടിട്ട് നൗ പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോ ഇപ്പോ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു എന്നുള്ളത് തോന്നലുണ്ട്. നമ്മളെല്ലാവരും ആരാധിക്കുന്ന MS ധോണിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ധോണിനെ ഇത്ര ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം? ഈ മറ്റ് ക്രിക്കറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ധോണി ഈക്വൽ ടു വിശ്വാസം എന്നൊരു സംഭവമാണ്. അപ്പം ഇദ്ദേഹം ക്രീസിൽ നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ജയിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പിള്ളവേ, ശരിക്കും ഈ കയ്യിലിരിക്കുന്ന സംഭവത്തിന്റെ വാല്യൂ എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ? സത്യം പറഞ്ഞ ഒരു അത്ഭുതം തോന്നുന്നു. ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇതുവരെ കിട്ടിയില്ല. ആദ്യമായിട്ടൊരു ഗീവ് അടിക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് നേരിട്ട് തന്നെ കിട്ടിയപ്പോഴത്തേക്ക് സാധാരണ കൊറിയറല്ലേ അല്ല, നമ്മളെ നാട്ടുമ്പുറത്ത് ഇങ്ങനെ കളിച്ച് നടന്നു എന്ന് പറയാൻ വലിയ കളിക്കാരനൊന്നും അല്ല. പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോൾ ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു എന്നുള്ളത് തോന്നലുണ്ട്. ധോണിയെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും പുള്ളിയുടെ സൈനിട്ടൊരു ബാറ്റ് കിട്ടിയില്ലേ, അപ്പോൾ അതിൽ നിന്നും വലിയ അച്ചീവ്മെന്റ് എനിക്കിനി ജീവിതത്തിൽ കിട്ടാൻ വേറെ ഇല്ല. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് യു. ഇനി ക്രിക്കറ്റിൽ ഇതുപോലത്തെ ഒരുപാട് മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ, ക്രിക്കറ്റ് കളി തുടരൂ. സോ ജയരാജ്, നമ്മുടെ ഒരുപാട് ക്രിക്കറ്റ് ഡൈ ഹാർഡ് ഫാൻസിന്റെ ഒരു ഡ്രീം മൊമെന്റ് ആണ് ഇപ്പൊ ജയരാജിന് വന്നിരിക്കുന്നത് അല്ലെ. നമ്മുടെ സാക്ഷാൽ MS ധോണി സൈൻ ചെയ്ത ബോളാണ് ഇപ്പൊ ജയരാജിന്റെ കയ്യിൽ നിൽക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ നൗ? എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരിക്കലും, അതായത് നമ്മൾ ഇൻസ്റ്റയിൽ ഇഷ്ടംപോലെ ഗിവ് അവേസ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞൊരു ഇവൻ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പം പിന്നെ ശരിക്കും വരാം, പങ്കെടുക്കാം, അങ്ങനെ ഒരു ഗിവ് അവേയിൽ കിട്ടാം എന്നൊക്കെ വെച്ച് ഭയങ്കര സന്തോഷം ശരിക്കും. ഓക്കെ, സോ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ആളാണോ? ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഞാൻ. നാട്ടിലൊക്കെ കളിക്കും. പിന്നെ നമ്മള് പത്തനംതിട്ട ഡിവിഷനിൽ കളിച്ചിട്ടുണ്ട്. ഡിവിഷൻ മാച്ചിലൊക്കെ പങ്കെടുത്തതാണ്. വാവ്, അടിപൊളി. സോ ഒരു അപ്കമിങ് ക്രിക്കറ്റ് നമുക്ക് ആഗ്രഹമുണ്ട് ക്രിക്കറ്റ്. അതെ, ഓക്കെ. സോ ഫാമിലി എല്ലാം നല്ല സപ്പോർട്ടീവ് ആണോ ക്രിക്കറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഉണ്ട്. വൈഫ് ഇപ്പൊ ഈയിടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ന്യൂലി മാരീഡ് ആണ്. ശരി. അപ്പൊ വൈഫ് എങ്ങനെയാ? ഭയങ്കര സപ്പോർട്ടീവ് ആണ് ക്രിക്കറ്റ്? സപ്പോർട്ടാണ്. ഞാൻ വൈഫിനെ കൊണ്ടാണ് ഇപ്പൊ ഇതിന് വന്നിരിക്കുന്നത്. അത് ശരി. അങ്ങനെ നമുക്ക് വൈഫിനെ ഒന്ന് വിളിച്ചാലോ? യെസ്. വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേര് അർപ്പിത. അർപ്പിത. ഓക്കെ, can we have അർപ്പിത? യെസ്. സോ അർപ്പിതയ്ക്ക് ഇഷ്ടമാണോ ക്രിക്കറ്റ് ഒക്കെ? ക്രിക്കറ്റ് ഇഷ്ടമാണ്, പക്ഷെ ഒരു ഡൈ ഹാർഡ് ഫാൻ ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു സമ്മാനം ഹസ്ബൻഡിന് കിട്ടിയപ്പോ ഇനിയിപ്പോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങാന്നൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു സപ്പോർട്ടറിനെയും പാർട്ട്ണറിനെയും കിട്ടി. ഇനിയിപ്പോ ഒരു പുതിയ ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പൊടി തട്ടി എടുക്കാം. അടിപൊളി. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജയരാജനും മേ ബി അർപ്പിതയ്ക്കും ഒരുമിച്ച് നമ്മുടെ സാക്ഷാൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന MS ധോണിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ജയരാജൻ എന്തായിരിക്കും ആദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടാവുക? കുറച്ചേരം എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഭയങ്കരമായിട്ട്. അതായത് ഞാൻ ക്രിക്കറ്റ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മുടെ 2011 ഒരു വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൽ അതായത് നമ്മുടെ ധോണി ഇറങ്ങുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഇറങ്ങാനുണ്ടായ ആ സമയത്ത് ഒരു ഇത് ശരിക്കും, എന്നാൽ ആ ഒരു പൊസിഷനിൽ ഇറങ്ങി ഇന്ത്യക്ക് കപ്പ് നേടി കൊടുത്തു. അതെനിക്ക് ചോദിക്കാം, എന്താണ് അത്രയും പ്രഷർ സിറ്റുവേഷനിൽ അപ്പോഴിറങ്ങി, അതായത് യുവരാജിന് മുമ്പ് ഇറങ്ങി. അതൊരിക്കൽ ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാണുമ്പോൾ എപ്പോഴാണെങ്കിലും ഒന്ന് ചോദിക്കണം. നമുക്ക് ലൈഫിൽ തന്നെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ആകെ ഡെസ്പാവും. പക്ഷെ ഈ ഒരു രാജ്യത്തിന്റെ കോടി ജനങ്ങളുടെ ഒക്കെ പ്രതീക്ഷകളും ഹോപ്സും ഫെയ്ത്തും ഒക്കെ ഷോൾഡർ ചെയ്തുകൊണ്ട് ധോണി ഇറങ്ങി ആ ഒരു മൊമെന്റ് എന്തായിരുന്നു അപ്പം മനസ്സിൽ നിന്നാണല്ലേ ചോദിക്കാൻ? നമുക്ക് ഭയങ്കര ഒരു ആ സമയത്ത് ഇറങ്ങാൻ, അതായത് യുവരാജിന് മുമ്പ് ഇറങ്ങിയത് ഡെഫിനറ്റ്ലി ജയരാജനും അർപ്പിതയ്ക്കും അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. ആൻഡ് ഈ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനും ഉത്തരം കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ജയരാജ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് അർപ്പിത. ധോണിയുടെ ഡൈ ഹാർഡ് ഫാനിൽ ഒരാൾ തന്നെയാണ് അഖിലേട്ടൻ. സോ വൈ ധോണി? ലൈക്ക് ധോണിയുടെ എനിക്കറിയാം ഒരുപാട് ക്വാളിറ്റീസ് ഇപ്പൊ പറയാനുണ്ടാവും. ലൈക്ക് വി കൻ സ്പീക്ക് ഫോർ ദ ഹോൾ ഡേ. പക്ഷേ ടു ടോപ്പ് ഇറ്റ് ഓൾ എന്തായിരിക്കും? മാനറിസം ആണോ, അല്ലെങ്കിൽ ആ ഹെയർ സ്റ്റൈൽ ആണോ, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻസിയിലുള്ള പ്രത്യേകതയാണോ, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള അദ്ദേഹം ആരാണെന്നുള്ളതാണോ? എന്താണ് ധോണിനെ ഇത്ര ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം? ഈ മറ്റ് ക്രിക്കറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ധോണി ഈക്വൽ ടു വിശ്വാസം എന്നൊരു സംഭവമുണ്ട്. അപ്പം ഇദ്ദേഹം ക്രീസിൽ നിൽക്കുന്നിടത്തോളം കാലം
ഇന്ത്യ ജയിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഓക്കെ. പരാജയപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ക്രീസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷ പണ്ട് നൽകിയതാണ് സച്ചിനും. പക്ഷെ ധോണിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ക്യാപ്റ്റന്റെ ഒരു വലിയ പ്രഷറോട് കൂടി അതായത് ഓപ്പണിംഗ് അല്ല അദ്ദേഹം ഇറങ്ങുന്നത്. വേണമെങ്കിൽ ഓപ്പണിംഗ് ഇറങ്ങി ധാരാളം റൺസ് ഒക്കെ അടിച്ച് തന്റെ സ്വന്തം കരിയർ ബിൽഡപ്പ് ചെയ്ത് ഭയങ്കരമായ രീതിയിൽ പോകാൻ പറ്റും. അടുത്ത മുത്തയ്യ മുരളീധരൻ ഞാൻ ഈ പറഞ്ഞ എനിക്ക് സെയിം സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം താഴേക്ക് ഇറങ്ങുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് ഒരാളോട് ഒരു ആരാധന ഒക്കെ തോന്നി ഏത് മൊമെന്റിലാണ് നമ്മളെ ആരും സഹായിക്കാനില്ലാത്തൊരു സമയത്ത് ഒരു രക്ഷകൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അയാളോട് തോന്നുന്ന വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം തന്നെ കാരണം ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കരിയർ മാറ്റിവെച്ചുകൊണ്ട് 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും ഒക്കെ ഇറങ്ങിയിട്ടുള്ളപ്പോൾ വലിയൊരു ആവറേജും വലിയ സ്ട്രൈക്ക് റേറ്റിലും ഒരുപാട് റൺസ് എടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ 6, 7, 8 പൊസിഷനിൽ ഇറങ്ങി കളിക്കുന്നത് റൺസ് എടുക്കാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തന്റെ ഉത്തരവാദിത്വം ഈ രാജ്യത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുക എന്നുള്ള തിരിച്ചറിഞ്ഞൊരു മനുഷ്യനെ പിന്നെ സ്നേഹിക്കുക ആരാധിക്കുക എന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതാണ് തന്നെ ഏറ്റവും വലിയ ഇഷ്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ലവറിനെയും പോലെ തന്നെ ഡൈ ഹാർഡ് ഫാൻ ആണെന്ന് ഇവിടെ പിന്നെ 100% അല്ലറ ചില്ലറ ഈ IPL വന്നതിന് ശേഷമുള്ള ഫാൻ ഫൈറ്റുകളൊക്കെ മാറ്റിവെച്ചാലും ഇന്ത്യയിൽ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ തന്നെയാണ് ധോണി. സോ ദ അൾട്ടിമേറ്റ് ക്യാപ്റ്റൻ കൂൾ അല്ലേ, none other than MS ധോണി. സോ എനിക്കൊക്കെ ഈ ഗൂസ് ബംസ് മൊമെന്റ് ആണ് ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഗൂസ് ബംസ് വരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ലൈക്ക് ആ ഒരു ഡൈ ഹാർഡ് ക്രിക്കറ്റ് ഫാൻസ്, ഏതൊരു ഡൈ ഹാർഡ് ക്രിക്കറ്റ് ഫാൻ ഇത് കേട്ടാലും ഒന്ന് നമ്മുടെ ധോണിനെ ഒന്ന് അക്നോളജ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അല്ല, അദ്ദേഹത്തിന്റെ തലച്ചോറ് ഭയങ്കരമായിട്ട് രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ നമുക്ക് ഉദ്ദേശിച്ച് നമ്മൾ ഇപ്പൊ ഈ നടക്കുന്ന മാച്ചിൽ പോലും നമ്മൾ പന്തെറിയാൻ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. കാര്യം എന്താ, മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നാളെ നമ്മളെ ട്രോളാനും ഞാൻ പറഞ്ഞത് അത് നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അന്നേരം പിന്നെ അപ്പോഴാണ് 130 കോടി ജനതയുള്ള രാജ്യത്തിന്റെ ക്യാപ്റ്റനായിട്ട് വലിയ വലിയ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്ന ചിന്തിക്കാൻ പോലും പറ്റുന്ന മാനസികാവസ്ഥയല്ലേ ഇവർക്കൊക്കെ ഉള്ളത്. കാര്യം എത്ര ഫാസ്റ്റായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനം എടുക്കും. അത്ഭുതമാണ്. Thank you so much. Thank you. So Ashwin, നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഗീവ് അവേ കോൺടെസ്റ്റ് വിൻ ചെയ്ത the one and only person from കൊച്ചി ആണ് അശ്വിൻ അല്ലേ? സോ എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനുള്ളത്? ആൻഡ് ഹൗ ഡു യു ഫീൽ? ഇത്രയും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മുടെ എല്ലാം ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ക്രിക്കറ്റ് കിറ്റ് വിൻ ചെയ്യാൻ പറ്റി. സോ എന്താ തോന്നുന്നത്? സോ കേരള പ്രീമിയർ ലീഗ് തുടങ്ങുന്നത് പറഞ്ഞപ്പോൾ തന്നെ കൊച്ചിയുടെ ടീം ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം. കൊച്ചിയുടെ ടീം ഉണ്ട്, ഡെഫിനറ്റ്ലി നമ്മൾ കൊച്ചിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചി ഫോളോ ചെയ്യണ്ടായി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ഗീവ് അവേ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. അങ്ങനെ നമുക്ക് അടിപൊളി. സോ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും ഹാപ്പിയാണ്. എൻ്റെ കസിനാ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ ഗീവ് അവേ വിന്നറാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് മെസ്സേജ് ഒക്കെ വന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ. സർപ്രൈസ്ഡ് ആയി. അടിപൊളി. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി തന്നെയാണ് അല്ലേ? സോ ആ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്രിക്കറ്റിംഗ് മൊമെന്റ് എന്തായിരിക്കും? ചെറുപ്പത്തിലൊക്കെ കണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഞാൻ ആദ്യമായിട്ട് IPL കാണുന്നത് ഞാൻ ഇവിടെ നിന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോയപ്പോഴാണ്. അവിടെ ചെറിയ TV ആണ്, പണ്ടത്തെ മറ്റേ പെട്ടി TV. എല്ലാരും കൂടി ഇരുന്നാണ്, കസിൻസ് ഒക്കെ ആയിട്ടിരുന്ന് കാണണേ. അപ്പോ ക്രിക്കറ്റ് കളി അറിയാം, ഞാൻ വേൾഡ് കപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് ഇതെല്ലാം കൂടി കണ്ട് ഫസ്റ്റ് 2011 ആയിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു 2011. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കണേ. വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഞാൻ കാണുമായിരുന്നു, ഫൈനൽ ഞാൻ കണ്ടതാണ്. അപ്പോ IPL നമ്മള് ഷോർട്സ് അല്ല, ബിഗ് ഷോട്ട് ലോങ് ഷോട്ട് കളിക്കണം. അപ്പോ ഇങ്ങനെ ധോണിയുടെ ടീം CSK. CSK ആ ഇയർ വിൻ ചെയ്യണത് ഞാൻ ആദ്യം കാണുന്നത്. അന്ന് ധോണി വിൻ ചെയ്തത് ഒരു ചെറിയ കുട്ടിയായിട്ടിരുന്ന് കണ്ടിട്ട് നൗ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു ക്രിക്കറ്റിംഗ് കിറ്റ് ഒക്കെ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അല്ലേ? സോ എനിവേ കൺഗ്രാറ്റുലേഷൻസ് അശ്വിൻ, കീപ് സപ്പോർട്ടിംഗ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഹണി, നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഗിവ് അവേ ഒക്കെ വിൻ ചെയ്ത ഒരു വലിയ എക്സ്ക്ലൂസീവ് ക്രിക്കറ്റ് കിറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ഇങ്ങനെ കുറെ ഗിവേയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഗിവ് പ്രൈസ് കിട്ടുന്നത്, വിൻ ചെയ്യണത്. പിന്നെ ക്രിക്കറ്റ് കിറ്റ് ഇപ്പോൾ കോളേജിൽ സെലക്ഷൻ കിട്ടിയാണ്, അപ്പോൾ അതിന് ഉപകാരപ്പെടും. കോളേജിലെ പ്ലെയർ ആണ്, ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ 2-3 ഇയറും കൂടി ഉണ്ട്. അപ്പോൾ കളിക്കാൻ ഫുൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. സോ നിയാസെ, ഈ ഒരു എക്സ്ക്ലൂസീവ് ക്രിക്കറ്റ് കിറ്റ് ഒക്കെ വിൻ ചെയ്തിരിക്കുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ കയ്യിൽ നിന്ന്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ കുറെ ഗിവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇതാണ് കിട്ടാനുള്ളത്. നമ്മൾ ബന്ധപ്പെട്ടൊരു കിറ്റാണ് ഇപ്പൊ കിട്ടിയത്. കളിക്കാറുണ്ട്, അപ്പോ എന്താ പറയാ, മുന്നോട്ടുള്ള ഒരു കളിക്ക് ഒരു കിറ്റ്, ഒരുപാട് സന്തോഷം.
ഓക്കെ, സോ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ ഗ്ലോറിയസ് ആയിട്ട് ഹിസ്റ്ററിയാണ്. നമ്മളെല്ലാവരും ഇന്ത്യയുടെ ബ്ലഡിലൂടെ ഓടുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റിനോടുള്ള ക്രേസ് എന്ന് പറയുന്നത്. സോ ഫേവറേറ്റ് ക്രിക്കറ്റിംഗ് പ്ലെയർ ആരാണ്? ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ അങ്ങനെ ഒരാളിലില്ല, പക്ഷെ ഓരോരോ ശൈലികളാണ്. യുവരാജ്, സഞ്ജു, ധോണി, അങ്ങനെ എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. ഓക്കെ, ഓരോരോ ബാറ്റായ കൊണ്ട് യുവരാജിനെ കൂടി. ഓക്കെ, ഓരോരുത്തരിലും ഓരോരോ മാനറിസംസും അവരവരുടെ സ്റ്റൈൽസും ആണ് ഇഷ്ടം. ഓക്കെ, ഇറ്റ് വാസ് ഗ്രേറ്റ് മീറ്റിംഗ് യു നിയാസ്. കൺഗ്രാറ്റുലേഷൻസ്. ഹായ് കെവിൻ. സോ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ മാച്ച് ഒക്കെ നടക്കുമ്പോൾ ഗ്ലോറിയസ് ആയിട്ട് ഈ ക്രിക്കറ്റ് കിറ്റ് ഒക്കെ വിൻ ചെയ്ത് നിൽക്കുകയാണ് അല്ലെ, കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഗിവ് അവേ കോൺടെസ്റ്റ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കോച്ചിങ്ങിനൊക്കെ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കത് നടക്കാൻ പറ്റില്ല, കാരണം വീട്ടിലെ സാഹചര്യം. പിന്നെ മാത്രമല്ല ഇപ്പം ആ സമയം നമ്മളെ പ്രായത്തിൽ എല്ലാവരും പഠിക്കാൻ മാത്രമേ പറയത്തുള്ളൂ. അതിന് സ്പോർട്സിലോട്ട് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല. പക്ഷെ സമ്മതിക്കും, കാരണം എന്റെ വീടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലക്കകത്ത് നേരത്തെങ്കിലും എന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് അതിനുള്ള സാഹചര്യവും ഓൺലൈൻ ടീമിൽ കയറിയായിരുന്നു. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു കിറ്റ് വാങ്ങണം എന്ന്. ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട്ടിൽ പറയുന്നതുകൊണ്ട്, പക്ഷെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുന്നു വെച്ചാൽ അവർക്ക് എനിക്ക് പറയാൻ ചെറിയ ചമ്മലുണ്ട്. കാരണം ഞാൻ പണ്ട് ചോദിച്ചു, ഏജ് കുറച്ചായി, 20 മേളിലായി. അപ്പൊ ഇപ്പോഴും ഒരു ചമ്മലൊന്നും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാതിരിക്കുന്നു. ആ സമയത്താണ് എനിക്ക് സത്യം പറഞ്ഞത് കിട്ടിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. കാരണം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഞാൻ അന്ന് കളി കണ്ടായിരുന്നു. കളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ആഗ്രഹിച്ചാണ് ഒരു കേരളത്തിൽ ലീഗ് പറഞ്ഞത് ഇതുപോലത്തെ KCL ലീഗ് വരണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ടീമുണ്ട്, ട്രിവാൻഡ്രത്തിന്റെ ട്രിവാൻഡ്രത്ത് ടീമുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ടെൻഷൻ അടിച്ച സമയത്താണ് എനിക്ക് കിറ്റ് കിട്ടിയത്. ഒരു സർപ്രൈസ് ആണ് എനിക്ക്. അതിപ്പോഴും എനിക്ക് ഭയങ്കര നന്ദിയാണ് എന്തായാലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ അടുത്ത്. അതെ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് മൊത്തം അല്ലെ അത് അക്വയർ ചെയ്യാൻ, അത് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഒപ്പം നിൽക്കുന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എനിക്ക് തോന്നുന്നു കെവിൻ. സോ ആ ഒരു യൂണിവേഴ്സിനെ അലൈൻ ചെയ്ത് വന്നതാണ് നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റും ഇന്നത്തെ ഈ ഒരു ഡേയും ഒക്കെ. സോ ഓൾ ദി ബെസ്റ്റ് കെവിൻ. വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. കെവിന്റെ ചെറുപ്പത്തിൽ മുതലുള്ള ആ ഒരു ആഗ്രഹം ഇനി സാധിക്കട്ടെ. ഇനി ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്താൻ സാധിച്ചു. എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സോ ഇനി ഗ്രൗണ്ടിൽ കേരളത്തിൽ നിന്നൊരു നല്ല പ്ലെയറെ കാണാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മളെ കെവിനെ പോലെയുള്ള യങ് ബഡിംഗ് ക്രിക്കറ്റേഴ്സിനെ മുൻപോട്ട് കൊണ്ടുവരാനും അവരുടെ ടാലന്റിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മുടെ ഈ ഗിവ് അവേ കോൺടെസ്റ്റിന്റെ വിന്നർ ആയിട്ട് എന്റെ ഒപ്പം നിൽക്കുന്ന കെവിൻ. കെവിനെ പോലെ ഒരുപാട് യങ് ടാലന്റഡ് ക്രിക്കറ്റേഴ്സിന്റെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഇനിയും സാധിക്കണം. അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. സോ കീപ് സപ്പോർട്ടിംഗ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ദി പ്രൈഡ് ഓഫ് കൊച്ചി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത് is that lucky winners who's gonna win the cricket clip. ക്ലിറ്റ് എന്നോ? നീ പറയുമ്പോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു.